തീർത്തും ദുരന്തഭൂമിയായി മാറിയിരിക്കുകയാണ് ചൂരൽമല. ഇവിടെ 160ഓളം പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത്. മണ്ണിനടിയിൽ കുടുങ്ങിയവരുടെയും കാണാതായവരുടെയും കണക്ക് ഇനിയും ലഭ്യമായിട്ടില്ല. സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ NDRFും ഫയർഫോഴ്സും ഉൾപ്പെടെ തിരച്ചിൽ തുടരുകയുമാണ്. ലക്ഷ്മി പത്മ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും ഈ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന പാലമാണ് ഉടൻ സൈന്യം നിർമ്മിക്കാനായി ഒരുങ്ങുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ തകൃതിയായി നടക്കുകയാണ്. റോപ്പ് വഴിയാണ് ഇന്നലെ മുതൽ ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ അടക്കമുള്ളവ മറ്റ് സാധന സാമഗ്രികൾ ഒക്കെ എത്തിക്കുകയും കൊണ്ടുപോവുകയും ചെയ്യുന്നത്. പലരെയും ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് രാവിലെ മുതൽ കാണാൻ സാധിക്കും. ഇപ്പുറത്ത് ഈ വശത്ത് കാണുന്നത് ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടേക്ക് ക്യാമറ പാൻ ചെയ്താൽ കാണാൻ സാധിക്കും. ഇവിടെ നിന്നും അട്ടമലയിൽ നിന്നുള്ള മനുഷ്യരെ ഇവിടെ നിന്നാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. അവിടെ സൈന്യത്തിന്റെ താൽക്കാലിക പാലം രാവിലെ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു. ഇങ്ങനെ ഏതാണ്ട് മരണസംഖ്യ 160ഓളം എത്തി എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരുവാനുള്ള ഒരു സാധ്യത എല്ലാവരും പറയുന്നുണ്ട്. കാരണം അത്രയും വ്യാപ്തിയുണ്ട് എന്ന് ഈ ദുരന്തത്തിന് എന്നുള്ള കാര്യം ഇവിടെ വന്ന് നോക്കുമ്പോൾ മനസ്സിലാകും. ഇതൊരു ജനവാസ മേഖലയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ അത് മനസ്സിലാകത്തേയില്ല. അത്രയ്ക്കും വലിയ ഉരുണ്ട പാറക്കല്ലുകളാണ് വന്ന് കിടക്കുന്നത്. ഒരു ചെറിയ അരുവി പോലെ ഒഴുകിക്കൊണ്ടിരുന്ന പുഴയായിരുന്നു. വീതി കുറഞ്ഞ ഒരു പുഴയായിരുന്നു. പക്ഷേ ഇത് രണ്ടായി പിളർന്ന് ഒഴുകിയിരിക്കുകയാണ്. ഇപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ ജനവാസമുണ്ടായിരുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ മണ്ണും പാറക്കെട്ടും അടക്കം മാറ്റി പരിശോധന നടത്തണം. അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, പലരെയും കാണാനില്ല. ആരെങ്കിലും ഇതിനടിയിൽ ഉണ്ടോ എന്നുള്ള കാര്യം അത്തരത്തിൽ മണ്ണും പാറക്കല്ലും ഒക്കെ നീക്കി ഒരു വിശദമായ പരിശോധന ആവശ്യമുണ്ട്. ഏതായാലും നിലവിൽ കുടുങ്ങിക്കിടക്കുന്നവരെയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നവരെയുമാണ് ഇപ്പോൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മൃതദേഹങ്ങൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ ഇവിടെ നിന്നും മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്നത് കാണാമായിരുന്നു. വളർത്തുമൃഗങ്ങളെ അടക്കം പുറത്തേക്ക് എത്തിക്കുന്നത് കാണാമായിരുന്നു. മനുഷ്യരെ ഇവിടെ നിന്നും രക്ഷിച്ച് നേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒപ്പം ആശുപത്രികളിലേക്കും എത്തിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സൈന്യത്തിൻ്റെയും വിവിധ ഏജൻസികളുടെയും ഭാഗത്തു നിന്നുള്ള ഏകോപിപ്പിച്ചുള്ള സർക്കാർ ഏജൻസികളുടെയും ഭാഗത്തു നിന്നുള്ള ഏകോപിപ്പിച്ചുള്ള കൈമെയ് മറന്നുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. രാവിലെ മുതൽ രക്ഷാ ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് കുറച്ചുകൂടി കാര്യക്ഷമമായി രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുന്നുണ്ട്. കാരണം പ്രതികൂല കാലാവസ്ഥയില്ല, കാലാവസ്ഥ അനുകൂലമാണ്. രക്ഷാപ്രവർത്തനത്തിന് അനുകൂലമായ ഒരു കാലാവസ്ഥ നിലവിലുണ്ട്. ഏതായാലും നേരത്തെ ഹെലികോപ്റ്റർ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ആളുകളെ രക്ഷിക്കാൻ എയർലിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം നടത്തിയെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. ഏതായാലും നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം കഴിഞ്ഞ ദിവസത്തെ നമ്മൾ താരതമ്യം ചെയ്താൽ വളരെ നല്ല രീതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് പറയാം. നിരവധി പേരെ ഇതിനോടകം രക്ഷിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് ചെറിയ കാര്യമല്ല. ചെറിയ സമയത്തിനുള്ളിൽ നിരവധി പേരെ കുടുങ്ങിക്കിടന്ന പലരെയും വളരെ കാര്യമായി തന്നെ രക്ഷിച്ച് ഇവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ ഉടനടിയുള്ള രക്ഷാപ്രവർത്തനം, സമയം ഒട്ടും പാഴാക്കാതെയുള്ള രക്ഷാപ്രവർത്തനം കൊണ്ട് മാത്രമാണ് അത് സാധിക്കുന്നത്. നിരവധി ആളുകൾ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മുണ്ടക്കൈയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഈ ദുരന്തം എത്രത്തോളം വലുതായിരുന്നു, അതിൻ്റെ വ്യാപ്തി എന്തായിരുന്നു എന്ന് ഇന്ന് എല്ലാവർക്കും മനസ്സിലായത് എന്ന് തോന്നുന്നു. ഞങ്ങളുടെ സംഘം മുണ്ടക്കൈയിൽ ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന ഇടത്ത് തന്നെയുണ്ട്. അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് എത്തിച്ചു നൽകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഈ പാലം നിർമ്മാണത്തിനൊക്കെയുള്ള തകൃതിയായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.